കുട്ടിക്ക് ഇഷ്ടമില്ലാതെയാണോ ഇവിടെ പറപ്പിച്ചിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരം പറയൂ. ഇവിടെ ഈ തൊഴിൽ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയാണോ? കരയണ്ട, എന്നോട് പറയാം, ധൈര്യമായിട്ട് പറയാം. എനിക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യാം. പറയുന്നത് നേരായിരിക്കണമെന്ന് മാത്രം. നോക്കൂ, കുട്ടി മാളുമ്മയുടെ ആരാണ്? ചോദിച്ചത് കേട്ടില്ലേ? കുട്ടിക്ക് സ്ത്രീയുമായിട്ട് ബന്ധമല്ലോ ഉണ്ട്? ഇല്ല, ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചിരിക്കുക. എത്രയായി ഇവിടെ വന്നിട്ട്? 5 ദിവസം. 5 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് വീട്ടില്. ഏത് വീട്ടില്? എന്റെ വീട്ടില്. എവിടെയാ വീട്? ഗൗരിക്കുട്ടിക്ക് ഇതെല്ലാം എന്നോട് പറയാൻ പേടിയുണ്ട് അല്ലേ? ആരെയാ പേടി? മാളുമ്മയാ? ഞാനിതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുള്ള അടുപ്പം തന്നെയല്ലേ എനിക്ക് അവരുമായിട്ടുള്ളൂ. ഞാനിതൊന്നും അവരുമായിട്ട് സംസാരിക്കാനേ പോകുന്നില്ല. ഞാൻ ധരിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയാ ഗൗരിക്കുട്ടി എന്നാണ്. അതുകൊണ്ട് ചിലപ്പം എന്റെ പെരുമാറ്റവും ശരിയല്ല വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പെരുമാറാൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ വിശ്വസിക്കാം. കുട്ടിയെ ഇവിടെ വരെ ബലമായി താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയാണോ? കുട്ടിക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്നുണ്ടോ? എങ്കിലും ഒന്നും വിളിക്കാതെ എല്ലാം എന്നോട് പറയൂ. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ശ്രമിക്കാം. പറയൂ, എവിടെയാ കുട്ടിയുടെ വീട്? പുഴയ്ക്കക്കരെ? അമ്പലത്തിനടുത്ത്. വീട്ടിലിപ്പോ ആരുണ്ട്? മുത്തശ്ശി. മുത്തശ്ശി മാത്രം? നിങ്ങൾ എന്നെ എന്റെ വീട്ടിലെത്തിക്കൂ. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയാം. അത് നേര് മാത്രം പറഞ്ഞാൽ. ഞാൻ നുണ പറയില്ല. പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല, ഞാൻ നുണ പറയില്ല. വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ നേരാണോ? അതെ. അതെന്താ അങ്ങനെ? അമ്മ അച്ഛനും? അമ്മ ചെറുപ്പത്തിലേ പോയി. അച്ഛൻ നേരെ കല്യാണം കഴിച്ചു? ഇല്ല, ഞാൻ അച്ഛന്റെ ഒപ്പമായിരുന്നു. 3 മാസമുള്ള എന്റെ അച്ഛൻ മരിച്ചിട്ട്. എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചത്? കമ്പിന്ന് വീണിട്ട്. കമ്പിന്ന് വീണിട്ടോ? ലൈൻ കമ്പി ഇല്ലേ, ലൈൻ കമ്പി, ഇലക്ട്രിസിറ്റിന്റെ ലൈൻമാൻ ആയിരുന്നു എന്റെ അച്ഛൻ. ഒരു ദിവസം പോസ്റ്റിൽ നിന്ന് വീണു. കുറേ ദിവസം ആശുപത്രി കിടന്നു. ഒരിക്കൽ പോലും ബോധം തെളിഞ്ഞില്ല. അവിടെ തന്നെ കിടന്ന് മരിക്കുകയായിരുന്നു എന്റെ അച്ഛൻ. അവിടെ വെച്ചാണ് ഞാൻ ഈ സ്ത്രീ ആദ്യം കാണുന്നത്. ഇന്ന് എത്രയായി? ഇന്നേക്ക് 7 ആകുന്നു. ഇതേ കിടപ്പ് തന്നെയാ, ഓർമ്മ വീണിട്ടില്ല. ഇത് മാധവൻകുട്ടിയുടെ അമ്മയാ. മോളാ, ആകെ ഒന്നേ ഉള്ളൂ. വാ മോളെ. വിഷമമുണ്ട് മോളെ, വല്ലാതെ വിഷമമുണ്ട്. കേശവന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു തോന്നുക. എന്റെ മോക്ക് ദൈവം ഒരാപത്തും വരുത്തിയില്ല. ഇതാ വേണ്ട, വാങ്ങിച്ചോളൂ കൂട്ടി. ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാള് സുഖമില്ലാണ്ട് കിടക്കില്ലേ, നിന്റെ അമ്മ തരുന്നു വിചാരിച്ച് അങ്ങോട്ട് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ കുട്ടി, ഞങ്ങളൊക്കെ ഒന്നിച്ചു വളർന്നവരാ. എങ്കിൽ ഞങ്ങൾ ചെല്ലട്ടെ മെന്നെ, വൈകിയ പിന്നെ കടത്തു കിട്ടാൻ ബുദ്ധിമുട്ടാവും. പോയിട്ട് വരാം മോളെ. സ്നേഹമുള്ള സ്ത്രീയാ, കേട്ടിട്ടില്ലേ നീ? ചാലക്കുടി വീട്ടിലെയാ മാളു അമ്മ. എന്റെ അച്ഛൻ മരിച്ചപ്പോ അവർ വീണ്ടും വന്നു. അന്നും കുറച്ച് കാശ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി. പിന്നെയും ഒരു വന്നു, പിന്നെയും 2-3 വട്ടം. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൾ അവിടെ നിന്നോട്ടെ. ഏതായാലും ഇനിയിപ്പോ പഠിപ്പിക്കാൻ ഉദ്ദേശമില്ല. കേശവൻ എന്താ പറയുന്ന വെച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നു. ഒരു മേൽനോട്ടത്തിന് വേണ്ട ശേഷിയോ ആരോഗ്യമോ നിങ്ങൾക്കും ഇല്ല. എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന് വെച്ചാൽ അവിടത്തെ പ്രാരാബ്ദം അറിയാലോ. അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ കുട്ടികളെ തന്നെ നേരാമാർഗം ആരുടെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക, പിന്നെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടുക. എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം. അത് കേശവൻ മാസത്തിലൊരിക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോരുകയോ
അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പട്ടിണി കൂടാണ്ട് കിടന്നാ മതി എന്റെ മോള്. ശമ്പളമൊന്നുമല്ല, മനസ്സാ വലുത്. ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക, അതാ വേണ്ടത്. ഈ മുറി നീ എടുത്തുള്ളൂ കേട്ടോ. എന്താ ഇഷ്ടായോ? ഇത്ര വലിയൊരു മുറി ഇവിടെ എല്ലാം വലുപ്പമുള്ള മുറികളേ ഉള്ളൂ. ഗൗരിക്കുട്ടി, എന്തേ? ഇങ്ങോട്ട് വരൂ. ചേച്ചി, എന്തേ ഗൗരിക്കുട്ടി? പറഞ്ഞോളൂ. ചേച്ചി ചേച്ചി ഇവിടുത്തെയാണോ? എന്തേ? കുട്ടി ഇവിടുത്തെയല്ലേ? അതുപോലെ ദേവകി ഇങ്ങോട്ട് വരൂ. എന്താ ഗൗരിക്കുട്ടി ഇവിടെ പൂവറിക്കുന്നോ ഒളിച്ചു കളിക്കുന്നോ? ഞാൻ ഇന്ന് പകല് മുഴുവൻ ഗൗരിക്കുട്ടിയുടെ ആക്ടിവിറ്റീസ് മൂവ്മെന്റ്സ് ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ രണ്ടാളും കൂടി ഇവിടെ? ഗൗരിക്കുട്ടിക്ക് അറിയോ ഈ നിൽക്കുന്ന ആളിനെ? സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസറാ, വിശ്വംഭരൻ സാറ്. കേട്ടിട്ടുണ്ടോ? എന്താ സാർ ആലോചിക്കുന്നേ? ഗൗരിക്കുട്ടിയെ പടത്തിലേക്ക് എടുത്താലോന്നാണോ? ഏയ്, ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ എന്താ ആലോചിക്കാനിരിക്കുന്നത്? സമ്മതമാണ് എന്നൊരൊറ്റ വാക്കിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ആർക്ക് എപ്പോഴാ ഭാഗ്യം വരുന്നെന്ന് എങ്ങനെ അറിയാം? നിനക്ക് ഇഷ്ടമാണോ കുട്ടി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. എനിക്ക് വീട്ടിൽ പോണം. എന്തേ ഇപ്പൊ പെട്ടെന്ന്? ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോയിക്കോളാം. എന്താ, നിന്നെ ഇവിടെ ആരെങ്കിലും തല്ലിയോ? പിടിച്ചു തിന്നാൻ വന്നോ? എന്താ ഇപ്പൊ? ഓടി പെണ്ണെ, വന്ന് കേറുന്നതിന് മുമ്പേ തിരിച്ചു പോണോ അത്രേ? ഉള്ള കുട്ടിയല്ലേ വീട് മാറി കിടന്നാ പേടി തോന്നാൻ.
ഇവിടെ നിനക്ക് ജോലി കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ അക്കാര്യം പറയാം. നാളെ മുതൽ പണി കുറച്ചെടുത്താൽ മതി എന്ന് വെക്കാം. പോകാനൊന്നും പറ്റില്ല. വൈകിട്ടങ്ങ് പോകാനാ രാവിലെ ഇങ്ങോട്ട് വന്നേ. അല്ലെങ്കിൽ തന്നെ എന്താ ഇത്? സന്ധ്യക്ക് ഒറ്റയ്ക്ക് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടിയോ? എനിക്കും ഉണ്ടേ ചില ചുമതലകളൊക്കെ. ആരെങ്കിലും ഒരാളെ കൂട്ടിവിട്ടാ മതി. ഇവിടെ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നോ കൂടെ വരാൻ? പെണ്ണെ, എന്നെ കലി പിടിപ്പിക്കാതെ പൊയ്ക്കാപ്പുറത്ത്. ഞാൻ തനിച്ച് പോയിക്കോളാം. പോകും. രൂപ 1000 നിന്റെ അമ്മാവെന്ന് പറയണ ആ നക്കി മേനോൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. നിന്റെ കൈ ഞാൻ തന്നതിന് പുറമെ അങ്ങ് പൊയ്ക്കോളാം. അത്രേ. നീ പടി കിടക്കില്ല ജീവനോടെ. ഇതാ പണി. എന്താണോ ഇത്? പറ്റിയോ? ഈ പണ്ടാരത്തിന് വിരയിളക്കത്തിന്റെ അസുഖ. പേടിച്ചു പോയായിരിക്കും. അമ്മയോട് അമ്മേ, എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അയൽക്കാരെ വിളിച്ചു വരുത്തി ബാക്കിയുള്ളവരെ മാനം പിടിച്ചു. ആ രാത്രി അവരെന്നെ ബോധം കെടുന്നതുവരെ തല്ലി. അടിയും ചവിട്ടും പിറ്റേന്നും പകലും മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെയാത്രേ ചില പെൺകുട്ടികള് കുറെ അടി കൊണ്ട് കഴിയുമ്പം അവരുടെ വഴിക്ക് വരുമെന്നാ പറയണേ. ഗൗരിക്കുട്ടിയോ? ഞാനോ? എന്നെ അടിച്ചനുസരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അന്നത്തെ പിന്നെ വേറെ ആണെങ്കിലും ഗൗരിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, എന്തോ അതിനവർക്ക് ധൈര്യമുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇന്നാ മൂപ്പന്റെ അടുത്തേക്ക്? അതെ. ആര് പറഞ്ഞു? പറഞ്ഞു കേട്ടു. ആരേ മൂപ്പൻ? മാപ്പിളാരുടെ അടുത്ത് ദൈവാത്രേ. അയാൾ പറയുന്ന കേട്ട് നിൽക്കാൻ കുറെ ആൾക്കാരും. ഒരുപാട് സ്വത്തുള്ളൊരു തന്ത. ഞാൻ വന്ന ദിവസം അയാളുടെ ആൾക്കാർ വന്ന അത്രേ എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഞാൻ പോയില്ല. അന്ന് തുടങ്ങി ഇവിടെ സ്വൈര്യമില്ലാണ്ടായി. രാത്രിയിൽ കുത്തും വെട്ടും. ഇവിടെ വരുന്നവരൊക്കെ ആദ്യം അയാളെ ചെന്ന് കാണണമെന്നാണത്രേ. ഇന്ന് ഞാനായിട്ട് പോയതല്ല, ചതിച്ചുകൊണ്ട് കേറ്റുകയായിരുന്നു കള്ളത്തി സ്ത്രീ. ആ തന്തയുടെ മനസ്സ് അലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടു ചെല്ലാമെന്ന് വാക്കുകൊടുത്തിട്ട് പോന്നിരിക്കാത്രേ. ഞാൻ പോവില്ല. പോയില്ലെങ്കിൽ അയാളെ വീണ്ടും മാപ്പിളാരെ ഇളക്കി വിടും. ഇവിടെ ആരും വരാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞിരിക്കണേ. ആര്? മാപ്പിളാര്. എന്റെ പേര് ഹിലാൽ എന്നാണ്. മാപ്പിളയാ? ഊണ് കഴിക്കണ്ടേ? ഓ, ഊണ് കഴിഞ്ഞിട്ട് ഗൗരിക്കുട്ടിക്ക് എന്നെ കാണാവോ? അല്ല, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്നീ വളപ്പിന് പുറത്താക്കി തരാൻ കഴിയുമോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോളാം. ഞാൻ നോക്കാം. എന്നാലാവുന്ന പോലെ ഞാൻ നോക്കാം. നുണ പറയരുത്. നിങ്ങളോട് ഇക്കാര്യത്തിൽ ഞാൻ നുണ പറയില്ല. ആണയിടണോ? അള്ളായാണ് എന്റെ ദൈവം. വക്കീലേ, വരൂ, ഊണ് കഴിഞ്ഞിട്ട് കാണണം.